നമ്മുടെ വിദ്യാലയങ്ങളിൽ മാറ്റം വരുത്തേണ്ടതും ഈയിടെ നടന്നുകൊണ്ടിരിക്കുന്ന അനാവശ്യമായ സുംബ ഡാൻസ് ചർച്ചകളും. സുംബ ഡാൻസ് കളിക്കണമെന്ന് ഒരു കുട്ടിയെയും അടിച്ചേൽപ്പിക്കുന്നുമില്ല, നിർബന്ധിക്കുന്നുമില്ല. പിന്നെ എന്തു കുഴപ്പമാണ് അതിലുള്ളത്? മറിച്ച് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വരേണ്ടിയിരിക്കുന്നു. അതിൽ മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും നല്ല വിദ്യാഭ്യാസ സമ്പ്രദായമായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2002-ലും 2003-ലും ഫിൻലൻഡിലെ ഫിന്നിഷ് വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ഈ സമ്പ്രദായത്തിൽ ഒരു കുട്ടിക്കും റാങ്കുകളുമില്ല, പരീക്ഷകളുമില്ല, മറ്റു കുട്ടികളുമായി താരതമ്യപ്പെടുത്തലുമില്ല. മറിച്ച് അവർ 10ാം ക്ലാസ് ആകുമ്പോഴേക്കും അവരുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം അവർ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. പരീക്ഷ ഇടുകയാണെങ്കിൽ തന്നെ 50-ലേറെ വിഷയങ്ങളിൽ പരീക്ഷ ഇടേണ്ടി വരും. കാരണം അത്രത്തോളം അവരെ പഠിപ്പിക്കുന്നുണ്ട്, അവർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലാകട്ടെ വെറും A+ മാത്രമാണ് വിജയം, നല്ല മാർക്കുകൾ മാത്രമാണ് വിജയം എന്ന ഭാവത്തിൽ കുറച്ചു കാര്യങ്ങൾ മാത്രം കുട്ടികളെ കൊണ്ട് കാണാപ്പാഠം പഠിപ്പിച്ച് പരീക്ഷയിൽ എഴുതിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അവിടെ അധ്യാപകർ ക്ലാസ്സിലിരുന്നു കൊണ്ട് ഒരു കുട്ടി ഉറങ്ങിപ്പോയാൽ ആ കുട്ടിയെ വിളിച്ചുണർത്തി ശകാരിക്കുകയും പുറത്താക്കുകയും അല്ല ചെയ്യുന്നത്. മറിച്ച് ആ കുട്ടി ഉറങ്ങിപ്പോയതിന്റെ കാരണം കണ്ടെത്തി അതിനെ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലാകട്ടെ ക്ലാസ്സുകളിൽ സുംബ ഡാൻസ് കളിക്കണോ, സുംബ ഡാൻസ് കളിക്കാതിരിക്കണോ, സ്കൂളുകളിൽ അതെല്ലാം ആവശ്യമാണോ എന്നിങ്ങനെയുള്ള അനാവശ്യമായ ചർച്ചകൾ ചെയ്ത് വാഗ്വാദങ്ങൾ നടത്തി വിലപ്പെട്ട സമയം കളയുന്നു. ആവശ്യമായ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നുമില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ കഴിഞ്ഞാൽ ലോകം ശ്രദ്ധിക്കപ്പെട്ട പ്രഭാഷണം നടരാജ് ഗുരു ന്യൂയോർക്കിൽ നടത്തിയ വൺ വേൾഡ് എഡ്യൂക്കേഷനും ഓൺ വേൾഡ് എഡ്യൂക്കേഷനും തമ്മിലുള്ള വ്യത്യാസത്തിലുള്ള പ്രഭാഷണമാണ്. നിങ്ങൾക്ക് വൺ വേൾഡ് എഡ്യൂക്കേഷനും ഓൺ വേൾഡ് എഡ്യൂക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയുമോ? എല്ലാ കുട്ടികളും ഒരേ കാര്യം പഠിക്കണമെന്ന്, ഒരേ കണക്കും ഒരേ ഇംഗ്ലീഷും ഒരേ വിഷയങ്ങളും എല്ലാം പഠിച്ച് ഒരേ ദിശയിലെത്തണമെന്ന് നിർബന്ധിച്ചും അവരുടെ കഴിവുകളെ തിരിച്ചറിയാതെ ചിറകുകൾ അരിഞ്ഞ് ഒരേ ദിശയിൽ കൊണ്ടെത്തിക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് വൺ വേൾഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം. എന്നാൽ ഓരോ കുട്ടികളുടെയും കഴിവുകളെ മനസ്സിലാക്കി അറിവിനേക്കാൾ കഴിവിന് പ്രാധാന്യം കൊടുത്ത് അവരവരുടേതായ ലോകം സൃഷ്ടിച്ച് അവരെ ആ ലോകത്തിലെ ചക്രവർത്തിയാക്കി മാറ്റുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ. വെറും 7ാം ക്ലാസ്സിൽ തന്നെ IQ കുറവാണെന്ന കാരണത്താൽ സ്കൂളിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞ വിദ്യാർത്ഥിയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹത്തെ മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അദ്ദേഹം അറിവിനേക്കാൾ കൂടുതൽ കഴിവിന് പ്രാധാന്യം നൽകി തന്റേതായ ഒരു ലോകം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മറ്റുള്ളവർ കണ്ടെത്താത്ത കണ്ടുപിടുത്തങ്ങൾ നടത്തിയതും. ഇല്ലെങ്കിൽ അദ്ദേഹവും മറ്റുള്ളവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ പഠിക്കേണ്ടി വരുമായിരുന്നു. ലോക പ്രശസ്തരായ ആൽബർട്ട് ഐൻസ്റ്റീനും ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും സച്ചിൻ ടെണ്ടുൽക്കറും 50,000-ൽ പരം പേർക്ക് ജോലി നൽകുന്ന ലുലു ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായ MA യൂസഫ് അലിയും എല്ലാം എല്ലാ വിഷയത്തിലും A+ നേടിയത് കൊണ്ട് മാത്രം ലോക പ്രശസ്തി നേടിയവരല്ല. അവരെല്ലാം നമുക്ക് പഠിപ്പിക്കുന്ന പാഠം ഒന്നാണ്. എല്ലാ വിഷയത്തിലും A+ നേടുക എന്നുള്ളത് കൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ ജീവിത വിജയം.